പാതിരികൾ ഇനി പാടും ഹെൽമറ്റും വെച്ച് കൂദാശകൾ നടത്തും. ഇടവകകളിൽ കുഞ്ഞാടുകൾ പാതിരികളെ മുട്ടുമടക്കി കൂമ്പിനടിക്കുകയും മൈക്കെടുത്ത് തലയ്ക്കടിക്കുകയും പിടിച്ചു കിടത്തി കണ്ണിൽ പെപ്പർ സ്പ്രേ അടിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സഭയിലെ കൂദാശപ്പണിക്കാരന്മാർക്ക് പാടും ഹെൽമറ്റും ഒക്കെ നൽകുവാൻ ഒരുങ്ങുകയാണ് പൂജ്യം സഭ. കഴിഞ്ഞ ദിവസം എറണാകുളം അങ്കമാലി അടിരൂപതയിലെ തലയോലപ്പറമ്പ് വരിക്കാംകുന്ന് പള്ളിയിലെ സംഘർഷത്തിൽ പുതിയ ഇടവകകാരിയായി വന്ന ജോൺ തോട്ടുപുറം പാതിരിയെ വിശ്വാസികൾ ഓടിച്ചിട്ടിടിക്കുകയും പിടിച്ചു കിടത്തി മുഖത്ത് കുരുമുളക് സ്പ്രേ അടിക്കുകയും ചെയ്ത കേസിൽ പോലീസ് ഇടവകക്കാരായ 11 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിലാണ് കൂദാശപ്പണിക്കിറങ്ങുന്നവർക്ക് മുഖത്ത് ഷീൽഡുള്ള ഹെൽമറ്റും അംശപടിയുടെ സംരക്ഷണത്തിനായി ക്രിക്കറ്റ് കളിക്കാർ മുട്ട പൊട്ടാതെ വെക്കുന്ന പാടും നൽകുവാൻ ആലോചിക്കുന്നത്. മുൻവികാരി ജെറിൻ പാലത്തിങ്കലിന്റെ നേതൃത്വത്തിലാണ് പുതിയ വികാരിയെ പിടിച്ചിട്ട് വാരി വലിച്ചിട്ടിടിച്ചതെന്ന് ഔദ്യോഗിക വിഭാഗം ആരോപണം ഉന്നയിച്ചിരുന്നു. സംഭവത്തിനു പിന്നാലെ പോലീസ് എത്തി പള്ളിയും പൂട്ടിച്ചിരുന്നു. 82 വയസ്സുകാരനായതിനാൽ വിശ്വാസികൾ പിടിച്ചിടിക്കത്തില്ല എന്ന ധാരണയിലായിരുന്നു സിനഡ് കുർബാന കളിക്കുവാൻ കച്ചകെട്ടി തോട്ടുപുറം പാതിരിയെ സഭാ നേതൃത്വം അങ്ങോട്ടയച്ചത്. പക്ഷേ കന്നന്തിരിവ് കാണിക്കുവാൻ വന്നാൽ 80 അല്ല സെഞ്ചുറി കഴിഞ്ഞ കത്തനാരാണെങ്കിലും ഞങ്ങൾ പിടിച്ച് അമ്മച്ചിയാണെ ഇടിക്കും എന്ന് ഇടവക്കാർ പറഞ്ഞു. പള്ളികളുടെ വെളിയിൽ നിലവിലുള്ള ചെരുപ്പും ആഭരണങ്ങളും അവനവൻ സൂക്ഷിക്കുക, ഇത് വിശുദ്ധ ദേവാലയമാണ് എന്ന ബോർഡിനൊപ്പം കൂദാശപ്പണിക്കെത്തുന്ന പാതിരികൾ സൈറ്റിൽ കയറുന്നതിന് മുമ്പ് ഇനി നിർബന്ധമായും ഹെൽമറ്റും പാടും വെക്കുക എന്ന ബോർഡും കൂടി വെക്കുവാൻ തീരുമാനമായി. അതുപോലെ പള്ളിയിലെത്തുന്ന വിശ്വാസികളെ എയർപോർട്ടിൽ നടത്തുന്നത് മാതിരിയുള്ള സെക്യൂരിറ്റി പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കും ഇനി പള്ളികളിൽ പ്രവേശിപ്പിക്കുന്നത്. പാതിരി ഒപ്പിട്ട ഫോട്ടോ പതിപ്പിച്ച ഐഡന്റിറ്റി കാർഡ് പള്ളിയിൽ കയറുവാൻ നിർബന്ധമാണ്. അരയിൽ കൊച്ചുപിച്ചാത്തിയോ ചുറ്റികയോ ഉളിയോ ഒക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കും. അതുപോലെ നിക്കറിന്റെ പോക്കറ്റിൽ വല്ല കുരുമുളക് സ്പ്രേയോ ആസിഡോ വല്ലതും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നും പരിശോധനാ വിധേയമാക്കും. അങ്ങനെ സെക്യൂരിറ്റി ക്ലിയറൻസ് കിട്ടുന്ന കുഞ്ഞാടുകൾക്ക് മാത്രമേ ഇനി പള്ളി പുണ്യസ്ഥലമായതിനാൽ പ്രവേശനം സാധ്യമാകൂ. കൂദാശകളിൽ മുഴുകി നിൽക്കുന്ന പാതിരിയുടെ സംരക്ഷണത്തിനായി ബാറുകളിലും പബ്ബുകളിലും ഒക്കെ കാണുന്നത് പോലെയുള്ള ബൗൺസർമാരെയും നിർത്തുവാനും ആലോചനയുണ്ട്. അടികൊടുത്ത ഇടവകക്കാർക്കെതിരെയല്ല, പരിശുദ്ധാത്മാവിനെതിരെയാണ് കേസ് കൊടുക്കേണ്ടത് എന്നാണ് ഒരു വിഭാഗം വിശ്വാസികളുടെ ആവശ്യം. കാരണം പരിശുദ്ധാത്മാവിന്റെ അടുത്ത ആളായ പാതിരിയെ ഓടിച്ചിട്ടിടിക്കുകയും പിടിച്ചിട്ട് മുഖത്തും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കുരുമുളക് സ്പ്രേ അടിച്ചപ്പോഴും സംരക്ഷിക്കേണ്ടുന്ന പരിശുദ്ധാത്മാവ് പോലും വലിഞ്ഞു കളഞ്ഞു എന്നാണ് അടികൊണ്ട തോട്ടുപുറം പാതിരിയുടെ പരാതി. ശരിയല്ലേ? ഇത്തരം സമയങ്ങളിലല്ലേ സഹായം വേണ്ടുന്നത്? പാതിരിമാരെ പഞ്ഞിക്കിട്ടാൽ കുടുംബം മുടിയും എന്ന ആ പഴയ വായ്ത്താരിക്കൊന്നും ഇപ്പോൾ എന്തോ കുഞ്ഞാടുകൾക്കൊരു പേടിയുമില്ല. അതുകൊണ്ട് ഹെൽമറ്റും പാടും നല്ലതാ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.